നമ്മുടെ അടുത്ത സ്പോട്ട് നോമിനേഷൻ ചെയ്യുന്നത് നെവിനാണ്. നെവിൻ എന്താണ്ട് ആ ഒരു സോഫയിൽ കിടക്കുമായിരുന്നു. ആ ടൈമിലാണ് നെവിൻ്റെ പേര് വിളിച്ച് പറഞ്ഞത്. നെവിൻ പെട്ടെന്ന് തന്നെ ചാടി എണീറ്റു. നെവിൻ ആദ്യം നമ്മൾ നോമിനേറ്റ് ചെയ്തത് സാബുമാനെയാണ്. സാബുമാൻ അധികം നോർമലായിട്ട് ടാസ്ക് ചെയ്യുന്നില്ല, അത്ര ആക്റ്റീവ് അല്ല. കഴിഞ്ഞ വട്ടത്തെ ടാസ്ക് ആണെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുപോലെ ജനങ്ങളുടെ വിധി എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ വട്ടവും സാബുമാൻ വന്നിട്ടില്ല നോമിനേഷനിൽ. അപ്പോൾ ഈ വട്ടം എങ്ങനെയാണ് സാബുമാനെ അത് ആൾക്കാർ എടുക്കുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്നാണ് നെവിൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി നെവിൻ പറഞ്ഞത് അനുമോളെയാണ്. അനുമോളോടാണല്ലോ പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളത്. അപ്പം അനുമോളെയാണ് പറഞ്ഞത്. അനുമോൾ ഇവിടെ PR കൊണ്ട് മാത്രമാണോ നിന്ന് പോകുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. പിന്നെ ഗെയിമൊന്നും പ്രോപ്പറായിട്ട് കളിക്കുന്നില്ല, എല്ലാം ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. നെവിൻ എപ്പോഴും പറയുന്നുണ്ട് അനുമോൾ ഗെയിം കളിക്കില്ല. പക്ഷേ ലാസ്റ്റിലത്തെ ഗെയിമൊക്കെ അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്കൊക്കെ കിട്ടിയത്. പക്ഷേ നെവിൻ ആ ഒരു റീസൺ പറഞ്ഞിട്ടാണ് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള നോമിനേഷനൊക്കെ പുറകെ വരുന്നുണ്ട്. ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു കിടക്കുന്നു അങ്ങനെയൊന്നും ബിഗ് ബോസ് നോക്കുന്നില്ല. ബിഗ് ബോസ് അങ്ങ് അനൗൺസ് ചെയ്യുകയാണ്. ആൾക്കാർ ഞെട്ടി എഴുന്നേറ്റ് അപ്പം തന്നെ നോമിനേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പം ചിലർക്കൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് നോമിനേറ്റ് ചെയ്യാൻ ചില പേടിയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം.